ഹായ്. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ സേമികയാണ്, ഇടിയപ്പം എന്ന് പറയും. ഇത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കായി. കാണുന്നുണ്ട? ഇത് ഇപ്പോൾ അമ്മ കഴിച്ചു, ഇനി ഞാൻ എടുക്കാനുണ്ട്. പിന്നെ ഇത് ബാക്കിയുള്ളത് ഇങ്ങനെ വെക്കും മൂടിയിട്ട്, പിന്നെ രാത്രി ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ പൊടിയാക്കിയിട്ട് നാളെ സജ്ജിക പോലെ ഉപ്പുമാവ് പോലെ ആക്കും. പിന്നെ എനിക്ക് തേങ്ങാപ്പാലാണ്, തേങ്ങാപ്പാൽ അരിച്ചിട്ടാണ്. തേങ്ങാപ്പാലിൽ ഞാൻ പഞ്ചസാര ഇടല്, ഞാൻ അതിന് അങ്ങനെയാണ് കഴിക്കല്. എനിക്ക് സാമ്പാർ വേണ്ട, എനിക്ക് ചായ എന്നുണ്ട്. അത്ര ചായ എന്നുണ്ട് അത്ര. പിന്നെ അമ്മ കഴിച്ചിട്ടായി, കുറച്ച് വൈകി, ഇതെല്ലാം കുറേ പണിയുണ്ടായിരുന്നു. നമുക്ക് സാമ്പാർ അമ്മ കഴിച്ചു, സുന്ദരിയായിട്ട്. നമുക്ക് സാമ്പാർ കാണുന്നുണ്ടപ്പ. സാമ്പാർ സേമിക തിന്നിട്ടേ. സേമിക വേണമ്മ? അത് സാമ്പാറിന് കുറച്ച് ഇങ്ക് പറഞ്ഞാൽ കായം ജാസ്തി അതിനെന്ന് പറഞ്ഞു. അപ്പം ഇങ്കെന്ന് മനസ്സിലായില്ലേ? ഇങ്കെന്ന് പറഞ്ഞാൽ കായം ജാസ്തി അതിന് അറിഞ്ഞിട്ട് ബിരിയാണി കുറച്ച് പിന്നെ തിന്നാന്ന് പറഞ്ഞു. അത് പ്രായമുള്ളവർക്ക് ഒന്നിച്ച് കൊടുക്കാനും കഴിയും, പീഡവേദന. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് ചായയെല്ലാം കുടിച്ചിട്ടായ ഈഗ ബർത്തനെ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ വരുന്നത്. സ്വല്പം മത്തെ ബർത്തന എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നു. പിന്നെന്ത് വിശേഷം? നാളെ ആശ്രമം നോക്കാൻ ഒരാൾ വരുന്നെന്ന് പറഞ്ഞിന്. എങ്ങനെ ഇതെല്ലാം കാര്യങ്ങൾ, എന്തെത്ര ഫീസ്, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അവർക്ക് ആഴ്ചക്ക് ഒരു പ്രാവശ്യം എന്നും പച്ചക്കറി, ആഴ്ചയിൽ ഒരു പ്രാവശ്യം മീൻ, പിറ്റത്തെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കോഴി, അങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മാസത്തിലൊരു 10,000 വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ എല്ലാ കാര്യങ്ങളിലാണ്. പിന്നെ പാമ്പസ് കിട്ടുന്നവർ പാമ്പസ് കൊണ്ടുവരണം. പിന്നെ മരുന്ന്, ഡോക്ടറെ ഫീസ്, ഇതെല്ലാം അവരെ കൊടുക്കണം. ഫുള്ള് സംരക്ഷണം. രാവിലെ ഫുഡ്, ഉച്ചക്ക് ഫുഡ്, അതിൻ്റെ ഇടയിൽ 10 മണി 11 മണിക്ക് കൊടുക്കുന്നു ലൈറ്റായിട്ട്. പിന്നെ വൈകുന്നേരം രാത്രി അവർക്ക് എന്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ അവർക്ക് രാവിലെ കുളിക്കുന്നവരുണ്ട്, വൈകുന്നേരം കുളിക്കുന്നവരുണ്ട്. അവരാണെങ്കിൽ അവരെ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. നടക്കാൻ പറ്റാത്തവരെല്ലാം അതെല്ലാം പിന്നെ കഴുകണം. ഒന്നിന് പോകുമ്പോൾ എല്ലാം വൃത്തികേടാണല്ലോ. അപ്പം അതെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ പിന്നെ ഇപ്പം നല്ല ഇങ്ങനെ മെലിഞ്ഞിട്ടുണ്ടായത് ഈ അമ്മ. എൻ്റെ സംരക്ഷണത്തിലന്ന് നല്ല സൂപ്പർ അമ്മയായത്. പിന്നെ അപ്പോൾ ഇനി ആര് കുളിപ്പിക്കാനൊന്നും വലിയ ഇത് കഴിവില്ലവരാണെങ്കിലും കുളിപ്പിക്കാനൊന്നും ആരുമില്ലാതെ ഇപ്പം അമ്മ ഇന്നലെ ഉറങ്ങിയില്ല. എന്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ വന്നു, 3200 പെൻഷൻ വന്നു. അത് അമ്മയോട് ആരോ വിളിച്ചിട്ട് പറഞ്ഞു. അത് നമുക്ക് വന്നിട്ട് അത് വരാത്തത് എന്ന് പറഞ്ഞാൽ അമ്മ ഇത് പേപ്പർ ശരിയാക്കിയിരുന്നേ. പേപ്പർ ശരിയാക്കിയിട്ട് പഞ്ചായത്തിൽ കൊടുത്തിട്ട് പഞ്ചായത്ത് അവർ അയച്ചു കൊടുത്തു. അതിലെന്തോ തെറ്റുണ്ട് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും കൊടുക്കുമ്പോൾ അവർ മെമ്പറോട് ചോദിക്കുമ്പം മെമ്പർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ മെമ്പറോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഒരു ആശാ വർക്കറുണ്ട്, അവരോട് ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ അക്ഷയയിലൊന്ന് പോട്ടെ. അവരാണ് ഇത്രയും വൈകിയത്. എന്നിട്ട് പിന്നെ മെമ്പറെ കണ്ട്
ഫോൺ വിളിച്ചതെന്ന് കണ്ടതല്ല, ഫോൺ വിളിച്ചതാണ്. എന്നിട്ട് അവർ ശരിയാക്കി. ഇനി 3 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ഗവൺമെൻറ് പറയുന്ന ടൈമിൽ മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് വൈകിയതെന്ന് പറയുന്നത്. കുറേ നമുക്ക് കിട്ടാത്തത്. 7 മാസമായിട്ടായി കിട്ടാൻ. അതിന് കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു 9 മാസം കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അവർ വന്നു വരളാന്നില്ല. എന്നിട്ട് പിന്നെ ഡോക്ടറെ കടലാസ് കാര്യങ്ങളെല്ലാം വേണ്ടേ. എന്നാലും ഓരോരോ പ്രാവശ്യം പോകുമ്പോൾ അവരൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അങ്ങനെയാണ്. അങ്ങനെയായിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടേ തീരെ ഉറങ്ങിയിട്ട. ഇത് എനിക്ക് പെൻഷൻ വന്നു വരലില്ല അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വന്നിട്ടാണ്. ഗ്യാസ് ഓഫ് മാടും അത് ഓഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ. എനിക്ക് സാമ്പാറായി. പിന്നെ ഇന്നലെ ആരും വന്നില്ല. അപ്പോൾ ഒരു കഷ്ണം ചക്കയുടെ ഒരു കഷ്ണമുണ്ട്. അപ്പോൾ ഇന്നലെ ആരെങ്കിലും വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അത് ആരും വന്നിട്ട. പിന്നെ അടുത്തുള്ളവരില്ല, അവർ 2 പേരും ഇല്ല. അവരെവിടെയും നാട്ടിൽ അവിടെ എന്തോ ഫംഗ്ഷൻ പോയിട്ട് വന്നിട്ട് അടുത്തുള്ളവർക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് യാസാമി അപ്പോൾ ಕಾಪಿ ಅಲ್ಲ ಅವರು ಇಡ್ಲಿ ತಿಂದರು, ಉದ್ದಿನ ದೋಸೆ ತಿಂದರು. ನನ್ನ ಕಾಪಿ ಯಾಕೆ, ನಾನು ಬಂದ ನೀರು ಕುಡಿದಿದ್ದೇನೆ. പിന്നെ അത് അമ്മയുടെ മോനല്ല, ബന്ധത്തിലുള്ള ചിക്കമ്മ അവർ വരുന്നെന്ന് പറഞ്ഞു. അപ്പം പിന്നെന്ത് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് കർണാടകയെല്ലാം പറഞ്ഞു തരാം. നമുക്ക് അമ്മരാരോ ബന്ധത്തിലുള്ളവർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ കുറച്ചും കൂടി പറഞ്ഞു തരാം. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽബട്ടൺ അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ നോക്കുന്നവർ ഒത്തിരി സ്നേഹം. എന്താ ഭയങ്കര സ്നേഹമാണ്. എന്ത് ഇത് സന്തോഷമാണ്. ഓക്കെ, ബൈ.